ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മൂസ് സ്മാർട്ട് ഡിസൈൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ എത്ര ബൾക്കായിട്ടുള്ള മെറ്റീരിയൽസും നമുക്ക് ഒറ്റൊരു കട്ടിങ്ങിൽ തന്നെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ പറയുന്നത് പോലെ മെഷർമെൻറ്റ് ഓരോന്ന് നോക്കിയിട്ട് ഓരോ പാർട്ടുകൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ എങ്ങനെ ഒരാളുടെ അളവാണ് ഞാൻ പറയുന്നത്. അതായത് ഒരാൾക്ക് തന്നെ നമുക്ക് 2-3 ടോപ്പുകളൊക്കെ ഒരേ സമയം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒറ്റൊരു കട്ടിങ്ങിൽ നമുക്ക് എല്ലാ മെറ്റീരിയൽസും അതായത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 മെറ്റീരിയൽസാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് 2 അല്ല 3 അല്ല 4 എത്ര മെറ്റീരിയൽ കിട്ടുകയാണെങ്കിലും ഒരളവിൽ തന്നെ നമുക്ക് ഒരാൾക്ക് എത്ര മെറ്റീരിയൽസ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവരാണെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. 2 ടോപ്പുകളാണ്, 2 അല്ല, ഈ ഒരാൾക്ക് തന്നെ 4 ടോപ്പുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 എണ്ണം ഞാൻ ഒറ്റൊരു മെഷർമെൻറ്റ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരാൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കട്ടിങ്ങിൽ തന്നെ ഈ 4 ടോപ്പുകളും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാനിപ്പോൾ 2 ടോപ്പിൻ്റെയാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ലൈനിങ് തുണിയിൽ വേണം കേട്ടോ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള എളുപ്പ വഴിയും. അതുപോലെ തന്നെ നമ്മുടെ മാർക്കിങ്ങും എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതൊക്കെ ലൈനിങ് തുണിയിലായിരിക്കും. കട്ട് ചെയ്താലും നല്ല സ്റ്റിഫായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകാതെ തന്നെ നമുക്ക് ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ബിഗിനേഴ്സിനായിരിക്കും. അപ്പോൾ തുണി ഫോൾഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് സാധാരണ ഒരു ടോപ്പിനെ എങ്ങനെയാണോ ഫോൾഡ് ചെയ്തെടുക്കുന്നത് അതുപോലെ ലൈനിങ് തുണീനെ നമുക്കിതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് 4 ആക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോൾഡിങ്ങിൻ്റെ ഭാഗം വേണം നമ്മുടെ സൈഡാക്കി വെക്കാനായിട്ട്. ഓപ്പണിങ്ങിൻ്റെ ഭാഗം നേരെ ഓപ്പോസിറ്റാക്കി വെക്കുക. ഞാനിതാ ഇവിടെ 4 ആക്കി ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയിലാവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് തന്നെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 40 ചെസ്റ്റ് അളവിൻ്റെ അളവാണ് പറയുന്നത്. അതിൽ കൂടി 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് എല്ലാ മെഷർമെൻറ്റും കാണിച്ചു തരുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ റഫായിട്ട് ഒരു നോട്ടിൽ എല്ലാ അളവുകളും എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു അളവ് ടോപ്പ് എന്തെങ്കിലും അവർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവുകളൊക്കെ ആദ്യം ഒരു നോട്ട് ബുക്കിൽ മുഴുവനായിട്ട് എഴുതി വെക്കുക കേട്ടോ. അതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതവിടെ ആദ്യം തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നത് ടോപ്പിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ ഇറക്കമാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് തുണിയിൽ നമ്മൾ ടോപ്പിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ മെയിൻ തുണിനേക്കാളും ഒരു 2 ഇഞ്ചെങ്കിലും കുറച്ചിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ടോപ്പിന് വേണ്ടത് ടോട്ടൽ ഇറക്കം 46 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ് തുണിയിൽ 44 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ഭാഗത്തായിട്ട് ഇതുപോലെ 44 ഇഞ്ചിൽ കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ താഴേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു ഹാർട്ടോ സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ ഞാനിതാ ഇവിടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ശേഷം ടാപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു വര വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ ഇതുപോലെ വരച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ വരച്ചു കൊടുത്ത ശേഷം നമുക്ക് ആ ഭാഗം ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി മെഷർമെൻറ്റുകളെല്ലാം മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ താഴത്തെ അളവ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ വീതിയാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ XXL സൈസ് വരെയൊക്കെ അല്ലെങ്കിൽ XXL സൈസിനൊക്കെ ഇതുപോലെ 3 ഇഞ്ച് തന്നെ ആയിരിക്കും കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ് വരിക. അതായത് 3 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വൈഡായി പോകില്ല, അതുപോലെ ഒരുപാട് കുടുങ്ങിയും കിടക്കില്ല കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് 3 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ ആ പോയിൻറ്റിൽ നിന്നും ഷോൾഡർ പോയിൻ്റ് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഷോൾഡർ പോയിൻറ്റിൻ്റെ താഴേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 8 ഇഞ്ചിലാണ് കേട്ടോ. ഇനി ഷോൾഡർ പോയിൻറ്റിൻ്റെ താഴേക്ക് ആം ഹോൾ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ കറക്റ്റായിട്ട് ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ ദാ ഇവിടെ ഒരു 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 3 ഇഞ്ചിൽ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇറക്കമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 2 പോയിൻറ്റും കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ വീതിയാണ്. ചെസ്റ്റ് റൗണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടോട്ടൽ വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 പറയുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. അതിൽ കൂടി 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഞാനിതവിടെ ടോട്ടൽ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം ഞാനിവിടെ ഷേപ്പിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. ഷേപ്പിൻ്റെ ഇറക്കം ഞാൻ ഒരു 14 ഇഞ്ചിലും അതുപോലെ സ്ലിറ്റിൻ്റെ അവിടുത്തെ ഇറക്കം വന്നിട്ട് ഒരു 24 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള വീതികളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ചെസ്റ്റിനേക്കാളും 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചെങ്കിലും കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 11 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ വീതി കൊടുത്തിരിക്കുന്നത്. സ്ലിറ്റിൻ്റെ അവിടുത്തെ വീതി കൊടുത്തിരിക്കുന്നത് 12 ഇഞ്ച് തന്നെയാണ് കേട്ടോ. ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെയാണ് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടുത്തെ വീതിയായിട്ടും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ തയ്യൽ തുമ്പും കൂടിയിട്ടുള്ള അളവാണ് കേട്ടോ പറയുന്നത്. ബിഗിനേഴ്സ് ആകുമ്പോൾ എന്തായാലും 2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് മസ്റ്റായിട്ട് ഇടണം കേട്ടോ. ഇനി ടോപ്പിൻ്റെ ഏറ്റവും താഴേക്ക് വേണ്ടിയിട്ടുള്ള വിരിവിൻ്റെ അളവ് വന്നിരിക്കുന്നത് ഞാൻ 13 ഇഞ്ചിലാണ് കേട്ടോ. അതും നമ്മൾ സ്ലിറ്റ് ഉള്ളിലേക്ക് 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള അളവ് കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ ബോട്ടത്തിൻ്റെ താഴ്വശത്തുള്ള വിരിവും ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കില്ലേ. അപ്പോൾ നല്ല വിരിവിൽ ഇത്തിരി ഒതുക്കത്തിലൊക്കെ ഇടുന്നവരാകുമ്പോൾ നല്ലൊരു വീതി വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 13 ഇഞ്ചിൽ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീതി വേണ്ടവരാകുമ്പോൾ ഒരു 12 ഇഞ്ച് ഇല്ലെങ്കിൽ 11 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് താഴത്ത് സ്ലിറ്റിൻ്റെ ഭാഗത്തുള്ള വര ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ താഴ്വശത്ത് വരച്ചിരിക്കുന്ന വീതിയും അതുപോലെ സ്ലിറ്റിൻ്റെ മുകൾ വശത്ത് വീതി വിട്ടിട്ടുണ്ടല്ലോ അതും കൂടിയിട്ട് കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. അത് വളയ്ക്കാനൊന്നും പാടില്ല, കറക്റ്റായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ പോയിൻറ്റും അതുപോലെ തന്നെ ഷേപ്പിൻ്റെ പോയിൻറ്റും സ്ലിറ്റിൻ്റെ അതുവരെയുള്ള പോയിൻറ്റും കൂടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഷേപ്പിൻ്റെ അവിടെ കർവ് ചെയ്തിട്ട് വരച്ചു കൊടുത്താലാണ് കറക്റ്റായിട്ട് നമുക്ക് ഭംഗിയിൽ ടോപ്പ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആം ഹോളുടെ റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ആം ഹോളുടെ ലെങ്ത്ത് 8 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതി 4 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 1 ഇഞ്ചും കൂടി ഇതുപോലെ ഒന്ന് കർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് കൂടി വിട്ടുകൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷോൾഡറൊക്കെ ഇറങ്ങിപ്പോകാതെ നല്ല സ്റ്റിഫായിട്ട് തന്നെ കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ ടോപ്പ് ഇടാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ബിഗിനേഴ്സിന് തീർച്ചയായും നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിൽ തുടക്കത്തിലൊക്കെ വാങ്ങിച്ചൊരു ഫ്രഞ്ച് കർവാണ് കേട്ടോ. ഇതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കർവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതവിടെ നെക്കൊക്കെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോൾ കൂടി ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ അളവുകളും ഈ ഒരു മാർക്കിംഗ് ഒക്കെയാണ് കേട്ടോ ഒരു ബേസായിട്ട് ഓപ്പൺ ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാക്ക് നെക്ക് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. ഒരിക്കലും ആദ്യം കൊണ്ടുപോയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യരുത്. ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. തുടക്കമൊക്കെ ആകുമ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും കൊണ്ടുപോയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ പറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ തയ്യൽ തുമ്പ് കൂടി വിട്ടിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ മെഷർമെൻറ്റിൻ്റെ നോക്കിയിട്ട് ഇതുപോലെ ഒരു കട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പാർട്ട് മാറ്റിയ ശേഷം ഫ്രണ്ട് നെക്ക് മാത്രം ഒന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ലൈനിങ് തുണീൻ്റെ നെക്ക് വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചിലവർ നെക്ക് കട്ട് ചെയ്യാറില്ല, അതായത് ബിഗിനേഴ്സൊക്കെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അളവിൽ തന്നെ, അതായത് ഈ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ബിഗിനേഴ്സ് എല്ലാം അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവരാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ നെക്ക് കട്ട് ചെയ്തെടുക്കാണ്ട് തന്നെ അവർ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ റിസ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിതുപോലെ തന്നെ നേരിട്ട് നെക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ കട്ടിങ് പറയുന്നത്. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ കോട്ടൺ ലൈനിങ്ങിൽ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തെടുത്ത ശേഷം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രണ്ട് ബാക്കിൽ നിന്നും കൂടി ഒന്ന് ഇതുപോലെ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു കട്ടിങ്ങിൽ തന്നെ നമ്മുടെ എല്ലാ മെഷർമെൻറ്റ് മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി വെച്ചിട്ട് തന്നെ നമുക്ക് എത്ര ടോപ്പ് വേണമെങ്കിലും ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നല്ലൊരു എളുപ്പ വഴിയാണ് കേട്ടോ. കാരണം നമ്മൾ കോട്ടൺ ലൈനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചോടത്ത് കറക്റ്റായിട്ട് തന്നെ അത് നിൽക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരാൾക്ക് തന്നെ എത്ര ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്ത ടോപ്പിന് വേണ്ടിയിട്ടുള്ള തുണിയും കൂടി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നേരിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം, അതായത് താഴത്തെ ലൈനിങ് തുണി ഞാൻ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് തുണി ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മെറ്റീരിയലും ഇതുപോലെ തന്നെ ലൈനിങ് തുണികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ബിഗിനേഴ്സിനാണെങ്കിലും ഇല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്കൊക്കെ ഈ ഒരു വഴി സ്വീകരിക്കാം കേട്ടോ. അതായത് ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ ലൈനിങ് തുണി ആദ്യം കട്ട് ചെയ്ത് പിന്നെ അടുത്തതും ഈ പറഞ്ഞതുപോലെ പിന്നീട് കട്ട് ചെയ്ത് പിന്നെ വീണ്ടും നമ്മൾ ലൈനിങ് തുണി മെയിൻ തുണിയിൽ വീണ്ടും മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടില്ലെങ്കിലും നമ്മൾ സ്വയം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ എൻ്റെ അളവുകൾ തന്നെ ഞാനൊരു 10,000 പ്രാവശ്യം എല്ലാ തുണിയിലും മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാത്തവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ ഫ്രണ്ടും ബാക്കും മാത്രമാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ലൈനിങ് തുണി വെച്ചിട്ട് നമുക്ക് എത്ര മെയിൻ തുണി വേണമെങ്കിലും അതുപോലെ ലൈനിങ് വേണമെങ്കിലൊക്കെ ധൈര്യമായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ആയിരിക്കുമല്ലോ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ആവശ്യം വരിക. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഇതിപ്പോൾ ഓപ്പൺ ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ്. നമുക്ക് അംബർല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് മുകൾ വശം, അതായത് യോക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കറക്റ്റ് ഈ ഒരു അളവ് തന്നെ ആയിരിക്കും. അതായത് നെക്ക് പിന്നെ ആം ഹോളൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും. ചെസ്റ്റ് ഷേപ്പ് ഒക്കെ തന്നെ ആയിരിക്കും. നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗമൊന്നും ആവശ്യം വരില്ല. അതായത് അംബർല ടോപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ലിറ്റൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമുക്ക് മാർക്കിങ് വേറെ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ അളവുകളും ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ നെക്കൊക്കെ വേറെ മോഡലാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നെക്ക് മാത്രം കട്ട് ചെയ്യാണ്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതാ ഞാനിവിടെ ലൈനിങ് തുണികൾ 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാ ടോപ്പിന് തന്നിട്ടുള്ള മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ തുണികൾ കൂടി ഇതിൻ്റെ ഒപ്പം ഇതേപോലെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഞാൻ മുമ്പ് ഫസ്റ്റ് പറഞ്ഞതുപോലെ ലൈനിങ് തുണീൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും. അതായത് 2 ഇഞ്ച് നമ്മൾ കുറച്ചിട്ടാണ് ലൈനിങ് തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് എടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതായത് 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം മെയിൻ തുണി എടുക്കാനായിട്ട്. ഇറക്കം 2 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക. ബാക്കി എല്ലാ അളവുകളും ഇതേപോലെ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്യേണ്ട കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാനൊക്കെ പറഞ്ഞല്ലോ തുടക്കത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴും നമുക്കൊന്നും ഈ പറഞ്ഞ പോലെ പറഞ്ഞു തരാനും ഇല്ലെങ്കിൽ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കിയത് തന്നെയാണ് കേട്ടോ. ഞാൻ അധികവും സ്റ്റിച്ചിങ്ങിൽ നമുക്ക് വേണ്ട വെറൈറ്റി മോഡൽസ് ആണെങ്കിലും ഇല്ലെങ്കിൽ എനിക്കറിയാത്ത പല കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ചെയ്ത് പ്രാക്ടിക്കലാക്കുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് തന്നെ ഓരോ ഐഡിയകൾ വെച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ലൈനിങ് തുണി ഉപയോഗിച്ചിട്ട് മെയിൻ തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന പോലെ നെക്കും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മൊത്തം 4-5 ടോപ്പുകളുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ടോപ്പുകളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഈ 2 ടോപ്പിൻ്റെ കട്ടിങ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പ് ഞാൻ ഇതുപോലെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ അതൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഓരോന്ന് വെച്ച് കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ മെയിൻ തുണിയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞതിൽ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ താഴ്വശത്ത് സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട്. അതായത് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് താഴ്വശത്ത് സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് താഴ്വശം കട്ട് ചെയ്താൽ ടോപ്പ് നല്ല ബോറായി പോകും. അതായത് നമുക്ക് ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ ആ സ്കാലപ്പ് വർക്ക് പോകാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടോപ്പിൻ്റെ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ അത് 1 ഇഞ്ച് ഇറക്കി കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് നമ്മൾ ബാക്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ഇറക്കി കൊടുത്ത ശേഷം കറക്റ്റായിട്ട് തന്നെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ലൈനിങ് തുണി മുകളിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു വർക്കും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എത്ര ടോപ്പ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ലൈനിങ് തുണി വെച്ചിട്ട് തന്നെ 2 ടോപ്പുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ ലെങ്ത്ത് കൂടി പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കട്ടിങ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.